ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ കിരണും കല്യാണിയും കൂടി ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കല്യാണി പറയണ്ടേ, എന്നാലും കിരണേട്ടാ ഇതെങ്ങനെ സംഭവിച്ചു ചോദിക്കുമ്പോൾ എനിക്കും അതാ കല്യാണി മനസ്സിലാകാത്തത്. ഒരു ഇച്ചിരി തേൻ അച്ഛൻ രുചിച്ചു നോക്കിയുള്ളൂ, അപ്പോഴേക്കും അച്ഛനെ വായ പുകയണു പോലെ തോന്നിയത്. ഇനി ആ തേൻ വിഷം ചേർന്നിട്ടുണ്ടാവും കല്യാണി. ഇനി പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ ആ വെയിലും അവിടുത്തെ കാട്ടുമൂപ്പനും ആ മൂപ്പന്റെ ഭാര്യയൊന്നും അത്തരക്കാരല്ലല്ലോ. ഇല്ല കിരണേട്ടാ, അവരൊന്നും അത്തരക്കാരല്ല. അവരൊന്നും ഒരിക്കലും അങ്ങനെ ചെയ്യത്തുമില്ല. പിന്നെ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു കല്യാണി? എനിക്കറിയില്ല കിരണേട്ടാ. ഇനി നമ്മൾ അവിടെ പോണത് മനസ്സിലാക്കി തേൻ വാങ്ങുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആരെങ്കിലും അത് ചെയ്തതാണോ? പല പ്രാവശ്യവും ഗംഗപ്രസാദിനെ ഞാൻ ജീവനോടെ കണ്ടിട്ടുണ്ടെന്ന്. ഇനി ഇനി അവനെങ്ങാനും എന്നിങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും കിരണേട്ടന് കാര്യം ചെയ്യും, ആ തേൻ ഇനി ആരോടും കുടിക്കരുതെന്ന് ഇപ്പൊ തന്നെ വിളിച്ചു പറ എന്ന് പറയാണ്. കിരൺ അപ്പൊ തന്നെ രൂപേനെ വിളിക്കട്ടെ. അപ്പൊ രൂപയുടെ ഫോൺ ബെല്ലടിക്കുമ്പോ രൂപ ഷാരിയുടെ അടുത്ത് പറയണ്ട, ആരാണെന്നൊന്ന് നോക്കുക പറയാണ്. ഷാരി പണ്ട് കിരൺ മോന, ഹലോ കിരൺ മോനെ, ഫോൺ അമ്മയുടെ കയ്യിൽ കൊടുക്കാവോ? ശരി അമ്മേ. ആ പറ മോനെ, അച്ഛനിപ്പൊ എങ്ങനെയുണ്ട്? അച്ഛന് കുഴപ്പമൊന്നുമില്ല മോനെ, നീ സത്യം വേണം, എന്നെ വിഷമിപ്പിക്കാതെ വെച്ച് നോണ പറയരുത്. ഇല്ലമ്മേ, അച്ഛന് ഒരു കുഴപ്പമില്ല, കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് അച്ഛനെ പ്രശ്നമൊന്നുമില്ലെന്നാ ഡോക്ടർമാർ പറഞ്ഞത്. പക്ഷെ ആ തേൻ ഇനി ആരും കുടിക്കുന്നുട്ടോ അമ്മേ. എന്താ കാര്യം? ആ തേനിൽ വിഷം കലർന്നിട്ടുണ്ടമ്മേ, മാരകമായിട്ടുള്ള വിഷം. ഈശ്വര, അങ്ങനെയാണോ? അതെ. അപ്പൊ അച്ഛന് കുഴപ്പമുണ്ടോടാ? ഇല്ലടാ, ഇല്ല അമ്മേ, കുഴപ്പമൊന്നുമില്ല, ഇച്ചിരിയല്ലേ കുടിച്ചുള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. നീ വെറുതെ കള്ളം പറയുവാണ് കിരണേ, സത്യം എന്താണെന്ന് വെച്ചാൽ പറ കിരണേ. ഇല്ല, കുഴപ്പമൊന്നും ഇല്ല അമ്മേ, എന്തിനുണ്ടെങ്കിൽ ഞാൻ അമ്മേനെ വിളിച്ചോളാം. പിന്നെ ആ തേൻ ഇനി ആരും കുടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോം വെക്കുകയാണ്. അതിനുശേഷം കല്യാണത്തിൽ പറയണ്ടേ, ഞാൻ എന്തായാലും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതെ, എന്തായാലും ആ തേൻ എങ്ങനെയാ, ആ തേനിൽ എങ്ങനെ വിഷം കലർന്ന് അറിഞ്ഞേ പറ്റൂ കല്യാണി. എന്തായാലും ഇത് ഞാൻ പോലീസിൽ അറിയിക്കാം എന്ന് പറയുമ്പോഴേക്കും അവിടെയൊക്കെ ഡോക്ടർ വരുന്നുണ്ട്. സർ, ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? കുറച്ച് പ്രശ്നമുണ്ട് കിരണേ, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ആ തേനിൽ വിഷം കലർന്ന കാര്യം ഫോറസ്റ്റ് എന്താണ് പോലീസിൽ അറിയിച്ചായിരുന്നോ? ഇല്ല സർ, പോലീസിൽ അറിയിക്കാൻ പോണല്ലോ ഡോക്ടർ. എന്നാൽ പോലീസിൽ അറിയിക്കണം, അതെങ്ങനെയാ വിഷം കലരുന്നെന്ന് അറിയണ്ടേ? സർ, ഈ കാട്ടിലുള്ള കാട്ടുമൂപ്പനും കാട്ടുമൂപ്പത്തിയുടെ ഒക്കെ തേന് ഞങ്ങൾ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. വേലു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനാ അത് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കണത്. അവന്റെ തേൻ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കാട്ടിൽ പോയി ഈ പ്രാവശ്യം തേൻ വാങ്ങിച്ചത്. അവരൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. ശരി, അവരൊന്നും അങ്ങനെ ചെയ്യുന്നവരായിരിക്കില്ല. പക്ഷെ ഈ കാട്ടിൽ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ അവര് വിഷം വെക്കാറുണ്ടല്ലോ, ആ വിഷം എങ്ങാനും ആ തേനിൽ കലർന്നതായിരിക്കും. പക്ഷെ ഇത് അങ്ങനെ കലർന്നതായിട്ടും തോന്നുന്നില്ല കിരണേ. ഇത് അങ്ങനെ തേനിൽ മനഃപൂർവ്വം തേനിൽ വിഷം കലർത്തിയ പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്തായാലും പോലീസിൽ വിവരം അറിയിക്കണം, അവരന്വേഷിക്കട്ടെ. പിന്നെ പറഞ്ഞല്ലോ വേലുന്ന ചെറുപ്പക്കാരൻ, അയാളൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും. അവൻ അങ്ങനെ ചെയ്യുന്നൊരുത്തിനല്ല ഡോക്ടറെ എന്ന് കിരൺ പറയുമ്പോ, എന്തായാലും വിഷം കലർത്തിയേക്കുന്നത് കാട്ടിൽ വെച്ച് തന്നെയാണ്. അവിടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ആരിന് വിഷം കലർത്തിയെന്ന് അറിയില്ലല്ലോ. അതെ ഡോക്ടറെ, അതന്നെ ഞങ്ങൾക്ക് സംശയം. അതിന് മനഃപൂർവ്വം ആരോ വിഷം കലർത്തിയതാണ്. ഞങ്ങൾ തേൻ വാങ്ങുന്നു പറഞ്ഞ് മനസ്സിലാക്കിയ ആരോ അതിലത് ചേർത്താണ്. ഞാൻ എന്തായാലും പോലീസിന് വിവരം അറിയിക്കാം എന്ന് കിരൺ പറയാണ്. ശേഷം കിരൺ ഈ കാര്യം പോലീസിൽ പറയുന്നു കേട്ടോ. കല്യാണത്തിന് പറഞ്ഞിട്ട് ഇനി പേടിക്കാനൊന്നുമില്ല കല്യാണി, പോലീസുകാർ വേലിന് ക്വസ്റ്റ്യൻ ചെയ്തോളും. അഥവാ അവരെന്തെങ്കിലും മറക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് പോലീസുകാർ കണ്ടുപിടിച്ചോളും എന്ന് കിരൺ കല്യാണിയോട് പറയാണ്. ശേഷം കാണിക്കുന്നത് ബൈജുവിനെ, രതീഷിനെയും അതുപോലെ തന്നെ ഹരിയേട്ടനെയാണ്. രതീഷ് പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ആദ്യമായിട്ടാ. അവന്റെ കയ്യിൽ നിന്ന് എത്രയോ പ്രാവശ്യം ഞങ്ങൾ തേൻ മേടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ എന്ന് പറയുമ്പോഴേക്കും ഹരിയേട്ടൻ പറയുന്നുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല രതീഷെ, ഇങ്ങനത്തുള്ള ആൾക്കാരൊക്കെ എങ്ങനത്തെ ആൾക്കാരാണെന്ന്. അപ്പൊ ബൈജു പണ്ട് ഇല്ല ഹരിസാറെ, അയാൾ ഒരു നല്ല ചെറുപ്പക്കാരനാണ്, ഞങ്ങളും കണ്ടതാണല്ലോ ആ ചെറുപ്പക്കാരനെ, വേലു എന്ന് അവന്റെ പേര്, അവൻ അങ്ങനെ ചെയ്യാൻ വഴിയില്ല. അപ്പോ രതീഷ് പറയണ്ടേ, എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിക്കാം. എന്തായാലും പോലീസുകാർ അവനെ അന്വേഷിച്ച് കാട്ടിലേക്ക് ഇപ്പൊ തന്നെ പോകുമല്ലോ, അവനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ, അവനോട് ചോദിക്കട്ടെ തേനിൽ എങ്ങനെയാ വിഷം കലർന്നെന്ന്. അത് അങ്ങനെ തന്നെ ചെയ്യ് രതീഷ് എന്ന് ഹരിയേട്ടൻ പറയാണ്. അങ്ങനെ രതീഷ് അപ്പൊ തന്നെ നമ്മുടെ വേലുവിനെ വിളിക്കണ്ട. വേലു ഇങ്ങനെ കാട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കായിരിക്കും കേട്ടോ. ആ സമയത്ത് വേലുവിന്റെ മൊബൈലിൽ റിംഗ് ചെയ്യണത്. ആരോ വിളിക്കുന്നുണ്ടല്ലോ, ഫോൺ നോക്കുവാ. ഇതാരും രതീഷ് സാറാണല്ലോ. ഹലോ രതീഷ് സാറേ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുവായിരുന്നു കേട്ടോ. നീ എന്തിനാ വിളിക്കാൻ നിന്നത്? അല്ല, ഇവിടെ തേൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു സാറ്? തേന് കിട്ടിയായിരുന്നോ? കിട്ടിയതാ. നീ എന്തിനാടാ ഞങ്ങൾ തീ ചതി ചെയ്യാൻ പോയത്? അയ്യോ സാറേ, എന്തു പറ്റി? എടാ, തേനിൽ വിഷം കലർന്നിട്ടുണ്ടായിരുന്നു, നിനക്കറിയാവോ? എന്തിനാടാ തേനി വിഷം കലർത്തിയത്? അയ്യോ സാറേ, ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന് സാറിന് അറിയാലോ. പിന്നെ എങ്ങനെയാടാ വിഷം കലർന്നത്? ആരാടാ അതിൽ വിഷം കലർത്തിയത്? സാർ എന്തൊക്കെയാ പറഞ്ഞത്? എടാ, തേനായിട്ട് കിരണും കല്യാണിയും കൂടെ വന്നില്ലേ, അവരാ തേനെ നേരെ കിരൺ സാറിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത്. കിരൺ സാറിന്റെ അച്ഛനെ ആ തേൻ കുറച്ചൊന്ന് രുചിച്ചു നോക്കിയോളൂ, അപ്പൊ തന്നെ കുഴഞ്ഞു വീഴുമായിരുന്നു. അയ്യോ സാറേ, അത് തേൻ കുടിച്ചിട്ടൊന്നും ആയിരിക്കില്ല. എടാ, നീ വെറുതെ ഓരോന്ന് പറയരുത്. തേൻ കുടിക്കണ മുമ്പ് അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായില്ല, ഡോക്ടർമാര് പറഞ്ഞു തേനിന് വിഷം കലർന്നിട്ടുണ്ടെന്ന്. എടാ, സത്യം വേണ്ട, എന്താ സംഭവിച്ചത് നോക്ക്, പോലീസുകാരൊക്കെ അവിടെ വരും ഉടനെ തന്നെ, അപ്പ അറിയാം സത്യം എന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് രതീഷ് ഫോൺ വെക്കാണ്. വേലു അപ്പൊ തന്നെ ഓടി പോകാട്ടെ മൂപ്പത്തിയുടെ അടുത്തേക്ക്. മാമാ എന്ന് പറഞ്ഞ് ഓടി പോകുവാണ്.
മൂപ്പൻ ചോദിക്കണ്ടേ, എന്താ വേലു കാര്യം? മാമ ഇനിയിപ്പോ നാട്ടിലുള്ള രതീഷ് സാർ വിളിച്ചിരുന്നു. എന്നിട്ട് അവിടെ ആ തേൻ കൊണ്ടുപോയില്ലേ കിരൺ സാറും കല്യാണി മേഡവും, അവരുടെ അച്ഛന് ആ തേൻ കുടിച്ചു നോക്കിയത്. ആ തേൻ കുടിച്ചു നോക്കിയിട്ട് ആളിപ്പോ ഹോസ്പിറ്റലാണെന്ന്, തേനിൽ വിഷം കലർന്നൊക്കെയാ ഡോക്ടർമാര് പറഞ്ഞത്. എടാ മഹാഭാവി, നീ ആ തേൻ എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കാണ്ടൊക്കെയാണോ തേൻ എടുത്തത്? അയ്യോ, ഞാൻ നല്ല ശ്രദ്ധയോട് കൂടി തന്നെ മാമ തേൻ എടുത്തത് എന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് ഗംഗപ്രസാദ് അവിടെ ഒരു ജനലരികെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തേൻ കുടിച്ചു, അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിക്കാണ്. അപ്പൊ എന്നിട്ട് എന്ത് പറ്റിയടാ? ആ കിരൺ സാറിന്റെ അച്ഛൻ ഇപ്പൊ ICUലാണെന്ന്, ഹോസ്പിറ്റലാണെന്ന്, തേൻ കഴിച്ചിട്ട് അതിൽ വിഷം അടങ്ങിയോണ്ട് വളരെ സീരിയസ് അവസ്ഥയിൽ ഹോസ്പിറ്റലാണെന്നാ പറയണത്. എടാ, നിന്റെ ചിന്ത ഇപ്പൊ ഇവിടെയൊന്നും അല്ലല്ലോ, പല ഭാഗങ്ങളിലാണോ നിന്റെ ചിന്ത. അതുകൊണ്ട് നീ ചിന്ത ഒന്നും നോക്കാണ്ട് തേൻ എടുത്തോണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. വല്ല മൃഗങ്ങൾക്ക് വെക്കണ വിഷം അങ്ങനെ ആ തേനിൽ കലർന്നോടാ എന്ന് മൂപ്പൻ ചോദിക്കുകയാണ്. അത് കേട്ടിട്ട് അമലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ കാര്യം? കേട്ടില്ലേ മോളെ, ഇവനെ ഇന്നലെ തേൻ കൊണ്ടേ കൊടുത്തില്ലേ ആ കിരൺ സാറും കല്യാണി മേഡം, അവരുടെ അച്ഛൻ തേൻ കുടിച്ചിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന്, ഭയങ്കര സീരിയസ് ആണെന്ന്, തേനില് വിഷം കലർന്നെന്നാ പറയണത്. അപ്പോ അമല് പറയണ്ടേ, അല്ലെങ്കിലും ഇയാൾക്ക് ഇപ്പൊ വലിയ നോട്ടമൊന്നും ഇല്ല അപ്പാ, ഇയാളുടെ വിചാരം ഫുള്ളും എന്റെയും അതുപോലെ തന്നെ വിനായകേട്ടന് പുറകിലല്ലേ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നോക്കി നടക്കല്ലേ, അതുകൊണ്ടാ ഇയാൾക്ക് ഇതൊക്കെ സംഭവിച്ചത്. നോട്ടില്ലാണ്ടോ ഇതൊക്കെ ചെയ്തിട്ടാ ഇതൊക്കെ സംഭവിച്ചത്. ഇയാളിനി മനഃപൂർവ്വം ചെയ്തെന്ന് ആർക്കറിയാം. വെറുതെ ഇല്ലാത്തത് പറയരുത് എന്ന് പറയുമ്പോഴേക്കും, എടാ പിന്നെ എങ്ങാണ്ട് തേനിൽ വിഷം കലർന്നത്? ആ തേനിൽ വിഷം കലർന്നത് പോട്ടെ, പക്ഷെ ആ പാവം അവിടുത്തെ ഒരാൾക്ക് ഈ ജീവന് ഇങ്ങനത്തെ ആപത്ത് വന്നല്ലോടാ, നിന്നെ മലദൈവങ്ങൾ പൊറുക്കില്ലടാ. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ദൈവങ്ങൾ വെറുതെ വിടത്തില്ല. നീയെ ഒരു കാര്യമില്ലാണ്ട് എന്റെ മോളെ സംശയിച്ചതിനുള്ള ശിക്ഷയാണ് ദൈവങ്ങൾ നിനക്ക് തന്നത് എന്ന് പറയാണ് നമ്മുടെ വേലുവിനോട് നമ്മുടെ മൂപ്പൻ ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം കാണിക്കണത് ഡോക്ടറെയാണ്. ഡോക്ടർ ഇങ്ങനെ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും കിരൺ ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ട്. ഡോക്ടർ എങ്ങനെയുണ്ട് അച്ഛനിപ്പോ? ആ ചന്ദ്രസേനൻ സാറ് കുറച്ച് തേൻ കുടിച്ചോണ്ട് മാത്രമാണ് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തത്. ഈ തേനില് അടങ്ങിയിരിക്കുന്ന വിഷം എന്താന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു. അതിങ്ങനെ സാധാരണ ഈ കാട്ടിലെ ആൾക്കാരൊക്കെ ചില മരങ്ങളിൽ നിന്നൊക്കെ വിഷം എടുക്കാറുണ്ട്. ചില മരങ്ങളിൽ വിഷാംശം ഉണ്ടാവുമല്ലോ, അത് ഈ മൃഗങ്ങളെ കൊല്ലാൻ വേണ്ട. പക്ഷെ ഇത് ആ വിഷമൊന്നുമല്ല അടങ്ങിയിരിക്കുന്നത്. ഇത് ശരിക്കും മാരകമായിട്ടുള്ള പുറത്തുനിന്ന് കിട്ടുന്ന വിഷം തന്നെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതിനർത്ഥം ആ തേൻ മനഃപൂർവ്വം ആരോ വിഷം ചേർത്തുന്ന. ഞങ്ങളിപ്പോ പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട് സാറേ. പോലീസുകാര് ഇപ്പൊ തന്നെ പോലീസുകാര് അവിടെ എത്തുമായിരിക്കും, കാട്ടിലേക്ക് എത്തുമായിരിക്കും. എന്തായാലും അന്വേഷണം നടക്കട്ടെ. അല്ല അച്ഛനിപ്പൊ എങ്ങനെയുണ്ട്? കുറച്ച് സീരിയസ് ആണ്. ഈ വിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാരക വിഷമാണ്. ഉള്ളിൽ ചെന്ന ഓർഗൻസിനെയൊക്കെ ബാധിച്ച് ഓർഗൻസിന്റെയൊക്കെ പ്രവർത്തനം നിൽക്കുന്ന തരത്തിലുള്ള വിഷമാണ് അത്. എന്തായാലും അത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടില്ല, അതന്നെ വലിയ കാര്യം. മൃഗങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ വിഷം കഴിച്ചതിന്, പിന്നല്ലേ മനുഷ്യർക്ക്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. കിരണും ആകെ അസ്വസ്ഥനായിട്ട് ഇരിക്കുക കേട്ടോ. അതിനുശേഷം വേലും മൂപ്പനും മൂപ്പത്തിയും കൂടിയൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് ഫോറസ്റ്റുകാർ അവിടേക്ക് വരുന്നത് കേട്ടോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ഗംഗപ്രസാദ് ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കാണ്. ഫോറസ്റ്റുകാർ വരുമ്പോ തന്നെ നമ്മുടെ വേലു അകത്തേക്ക് ഓടാൻ പോകുമ്പോഴേക്കും മൂപ്പൻ പറഞ്ഞടാ, നീ എങ്ങോട്ടേക്കാണ് ഓടാൻ പോകുന്നത്? ഇവിടെ നിക്കടാ. നീ ഓടിക്കഴിഞ്ഞാലുണ്ടല്ലോ പോലീസുകാർ വിചാരിക്കും നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്, നീ കള്ളം കാണിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കണം. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നീ കറക്റ്റ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് മൂപ്പൻ പറയാണ് വേലുവിനോട്. അതേസമയം വിനായകനടുത്ത് നമ്മുടെ അമല് വന്ന് പറയണത്, പോലീസുകാരൊക്കെ വരും, അത് ഉറപ്പാണോ? അതേ വന്നിട്ടുണ്ടെന്നാ കേട്ടത്. വിനായകേട്ടാ, നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, നമുക്ക് എത്ര പെട്ടെന്ന് നാട്ടിലേക്ക് പോകണം, നാളെ പോകാം എന്ന് ഗംഗ പറയാണ്. അതെ, പറ്റുമെങ്കിൽ നാളെ തന്നെ പോകണം. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പഠിപ്പും വിവരമുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്ന്. എനിക്ക് വലിയ പഠിപ്പും വിവരമൊന്നുമില്ല, പക്ഷെ മലയാളം എഴുതാനും വായിക്കാനും എനിക്കറിയാം, വേറെ ഒന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എനിക്ക് വിനായകേട്ടനോട് പെട്ടെന്ന് അടുപ്പം തോന്നിയത്. വേലുവിനോട് എനിക്ക് മുമ്പ് തൊട്ടേ അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വിനായകേട്ട, ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാം. നോക്ക്, ഞാൻ ഗർഭിണിയാണെന്ന് ഈ കാട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ കാട് വിലക്കും. ഇവിടുത്തെ കാട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്റെ അപ്പയാണല്ലോ. എന്റെ അപ്പക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നാ എന്റെ അപ്പക്ക് അത് വല്ലാത്ത വിഷമമാകും. അതുകൊണ്ട് വിനായകേട്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗംഗപ്രസാദിനെ കെട്ടിപ്പിടിക്കുകയാണ് അമലു. ആ സമയത്ത് ഗംഗപ്രസാദ് മനസ്സിൽ വിചാരിക്കുകയാണ്, അതേടി പെണ്ണെ, ഇവിടുന്ന് പോകും നീയല്ല, ഞാൻ മാത്രം, നിന്റെ ഉദ്ദേശമല്ല എനിക്ക് എന്ന് വിചാരിച്ചിരിക്കുന്ന ഗംഗപ്രസാദിനെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.